തേനീച്ചകൾ വന്യജീവി പട്ടികയിൽ. തേനീച്ചക്കൂട് നീക്കാൻ അഗ്നിരക്ഷാസേന വരില്ല. വനം വകുപ്പ് ഏറ്റെടുക്കണം. തിരുവനന്തപുരം കളക്ടറേറ്റിലെ തേനീച്ചക്കൂട് ബോംബിന് തുല്യം. ഒന്നിലധികം തവണ തേനീച്ചയുടെ കുത്തേറ്റാൽ മരണം സംഭവിക്കാം. കുത്തേറ്റവർ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാൻ പാടില്ല. തേനീച്ച ഭീഷണിയിൽ ഇടുക്കിയിൽ 40 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 8 വർഷമായി തേനീച്ചകളെ ഭയന്നു കഴിയുന്ന ഒരു ഗ്രാമമുണ്ട് കേരളത്തിൽ. ശക്തമായ കാറ്റടിക്കുമ്പോൾ കരുതിയിരിക്കുക, തേനീച്ചക്കൂടിളകും. തിരുവനന്തപുരം കളക്ടറേറ്റിൽ സംഭവിച്ചത് ഞെട്ടിക്കുന്നത്. തിരുവനന്തപുരം കളക്ടറേറ്റിലെ തേനീച്ചക്കൂട് ഇളകിയത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കളക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജീവനും കൊണ്ട് നാലുപാടും പായുന്ന കാഴ്ച. കളക്ടറേറ്റിലെ തേനീച്ചക്കൂടുകൾ മനുഷ്യജീവന് ഭീഷണിയാകും വിധം ഭയാനകം എന്ന തിരിച്ചറിവിലാണ് സർക്കാർ. ചെറിയൊരു ജീവിയല്ലേ എന്ന് കരുതി തേനീച്ചകളെ നിസ്സാരമാക്കിയതും നിയമപരമായ നൂലാമാലകളുമാണ് കളക്ടറേറ്റിൽ തേനീച്ചക്കൂടുകൾ പെരുകാനിടയാക്കിയത് എന്നാണ് വിമർശനം. തേനീച്ച വന്യജീവി പട്ടികയിലായതിനാൽ പിടികൂടേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കില്ലെന്നാണ് അഗ്നിരക്ഷാസേന അധികൃതരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെ സമീപിക്കാനാണ് അഗ്നിരക്ഷാസേനയുടെ ഉപദേശം. ഇതെല്ലാം കളക്ടറേറ്റിലും തേനീച്ചക്കൂടുകൾ കൂടാൻ സാഹചര്യമൊരുക്കി. മിക്ക സർക്കാർ ഓഫീസുകളിലും ഇത്തരം തേനീച്ചക്കൂടുകളുണ്ട്. പ്രധാനമായും 5 തരം തേനീച്ചകളാണ് കേരളത്തിലുള്ളത്. ഇറ്റാലിയൻ തേനീച്ച, ഞൊടിയൻ തേനീച്ച, കോൾ തേനീച്ച, ചെറു തേനീച്ച എന്നിവയാണവ. ഇവയിൽ ചെറു തേനീച്ചയ്ക്ക് കുത്താൻ ആവശ്യമായ കൊമ്പുകളില്ല. മലന്തേനീച്ചയാണ് ഏറ്റവും അപകടകാരി. ഇവയിൽ മലന്തേനീച്ച ഒഴികെയുള്ള വിഭാഗങ്ങളെ തേൻ ലഭിക്കാനായി വളർത്താറുണ്ട്. കൂടുണ്ടാക്കി കൂട്ടമായി ജീവിക്കുന്ന സാമൂഹ്യ ജീവികളാണ് തേനീച്ചകൾ. തേനീച്ചകൾ കുത്തുമ്പോൾ കൊമ്പൊടിഞ്ഞ് ശരീരത്തിൽ കയറുന്നു. കൊമ്പിനോടൊപ്പം വിഷസഞ്ചിയും വയറിന്റെ കുറച്ചു ഭാഗവും ഉണ്ടാകും. ഇവ നഷ്ടപ്പെടുന്നതിനാൽ കുത്തിയ ശേഷം തേനീച്ചകൾ ജീവിച്ചിരിക്കില്ല. കൊമ്പിൽ എതിർദിശയിലേക്ക് കാണപ്പെടുന്ന ചെറിയ മുള്ളുകളുണ്ട്. ഇവയുടെ സാന്നിധ്യമുള്ളതിനാൽ വലിച്ചൂരി എടുക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വേദനയെടുക്കുകയും കൂടുതൽ മുറുകുകയും ചെയ്യും. തേനീച്ചയുടെ കുത്തേൽക്കുന്നത് കണ്ണിലോ നാക്കിലോ വായിലോ ഒക്കെ ആയാൽ അപകടകരമാണ്. കുത്തേറ്റ ഭാഗത്ത് അണുബാധയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. മരണം വരെ സംഭവിക്കാവുന്ന അനഫിലക്സിസ് അടക്കമുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഒന്നിലേറെ തവണ കുത്തേൽക്കുമ്പോഴാണ് അപകട സാധ്യതയുള്ളത്. കുത്തേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തലകറക്കം, ഛർദി, ചുമ, മുഖം ചുവന്നു തടിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. കൂടുതൽ ഗുരുതരമായാൽ ശരീരമാസകലം ചൊറിഞ്ഞു തടിക്കുകയോ ശ്വാസനാളയിൽ നീർവീക്കം ഉണ്ടാവുകയോ ചെയ്യും. ശ്വാസതടസ്സവും രക്തസമ്മർദ്ദം കൂടുന്നതും കോമയിലാകുന്ന അവസ്ഥയുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാം. എന്നാൽ എല്ലാവരിലും അനാഫിലാക്സിസ് വരില്ല. തേനീച്ചയിൽ നിന്നുള്ള ഹിമെനോപ്റ്ററെ വിഷത്തോട് അലർജിയുള്ളവരിലാണ് ഇത് പ്രകടമാവുക. തേനീച്ചയുടെ കുത്തേറ്റവർ അശാസ്ത്രീയ ചികിത്സകൾക്കായി സമയം കളയരുത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാൻ പാടില്ല. മദ്യവും പുകയിലെ നിക്കോട്ടിൻ എന്ന വസ്തുവും രക്തക്കുഴലുകളെ വികസിപ്പിച്ച് വിഷം വളരെ പെട്ടെന്ന് രക്തത്തിൽ കലരാൻ കാരണമാകും. തിരുവനന്തപുരം കളക്ടറേറ്റിൽ ചൊവ്വാഴ്ച തേനീച്ചകൾ കൂട്ടത്തോടെ ഇളകി വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. 200ഓളം പേർക്കാണ് കുത്തേറ്റതെന്നാണ് റിപ്പോർട്ട്. പലരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കെട്ടിടത്തിന്റെ മുകളിൽ വർഷങ്ങളായി കൂടുകൂട്ടിയിരുന്ന 9 കൂടുകൾ നീക്കാത്തതാണ് തേനീച്ച ആക്രമണത്തിന് കാരണം. പൊതുയിടങ്ങളിൽ തേനീച്ചയോ കടന്നലോ കൂടുകൂട്ടിയാൽ നീക്കേണ്ടവരാണ് ജില്ലാ ഭരണകൂടം. എന്നാൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ ആസ്ഥാനത്ത് തേനീച്ചകൾക്ക് ഒരു കുറവുമില്ല. ബോംബ് ഭീഷണി പരിശോധനയ്ക്കിടെയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നതാണ് കൗതുകം. സ്വകാര്യ ഭൂമിയിലെ തേനീച്ച കടന്നൽ കൂടുകൾ ഉടമസ്ഥൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാറ്റണം. അല്ലെങ്കിൽ വസ്തു ഉടമസ്ഥനെതിരെ പൊതുശല്യത്തിന് കേസെടുക്കാനും വ്യവസ്ഥയുണ്ട്. കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷൻ വളപ്പിലെ തേനീച്ചക്കൂട് ഇളകിയത് എങ്ങനെയെന്നത് അജ്ഞാതമാണ്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കിടെ ഏതോ കൂടിൽ തട്ടിയതാകാം എന്ന നിഗമനമുണ്ട്. എന്നാൽ ശക്തമായ കാറ്റിൽ കൂടുകൾ ഉലഞ്ഞത് കാരണമാണെന്നും പറയപ്പെടുന്നു. ബോംബ് സ്ക്വാഡ് ഏതായാലും തങ്ങളുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനെ സംശയിക്കാതിരിക്കാനാകില്ല. കഴിഞ്ഞ ദിവസം ഇടുക്കി രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് പെരുന്തേനീച്ചകളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു. ശക്തമായ കാറ്റ് വീശിയാൽ തേനീച്ചകളുടെ കടുത്ത ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഇതോടെ കൂടുകൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് പ്രദേശവാസികളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത്. 3 വർഷം മുമ്പുണ്ടായ തേനീച്ച ആക്രമണത്തിൽ പ്രദേശത്ത് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വളർത്തുമൃഗങ്ങൾക്ക് പോലും പ്രദേശത്ത് കഴിയാൻ പറ്റാത്ത സാഹചര്യം രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലുണ്ട്. രാത്രിയിൽ വീടുകളിൽ ലൈറ്റ് തെളിയിച്ചാലും തേനീച്ചകൾ ഇരമ്പിയാർത്തു വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് കണ്ണൂരിൽ ഒരാൾ മരിച്ചിരുന്നു. കൊല്ലം പുനരൂരിൽ 8 വർഷത്തോളമായി തേനീച്ചകൾ ഭീതി പരത്തുന്നു. ചികിത്സ തേടുന്നവർ നിരവധിയാണ്.
തിരുവനന്തപുരം കളക്ടറേറ്റിലെ കാര്യമെടുത്താൽ അവിടെ മരങ്ങളിലും കെട്ടിടങ്ങളിലും പാലങ്ങളിലും കൂടുവച്ചിരിക്കുന്ന കടന്നൽ, തേനീച്ച എന്നിവ ജീവന് തന്നെ ഭീഷണിയാണ്. ഇതാര് നീക്കുമെന്ന് ആർക്കും അറിയില്ല. അഗ്നിരക്ഷാ സേനയ്ക്കോ വനം വകുപ്പിനോ വിദഗ്ധരായ ജീവനക്കാരില്ല. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തെ ചിലരാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ തേനീച്ചകളെ നീക്കുന്നത്. തേനീച്ചയുടെയോ കടന്നലിന്റെയോ കുത്തേറ്റ് ജീവൻ നഷ്ടമായാൽ വനം വകുപ്പാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. എന്നാൽ ഇവയെ പിടികൂടാനോ കൂടുകൾ നീക്കാനോ വനം വകുപ്പിലുള്ളവർക്കും അറിയില്ല. നാട്ടുകാർ സഹായം ആവശ്യപ്പെട്ടാൽ വനം വകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വിദഗ്ധരായ സംഘങ്ങളെ ബന്ധപ്പെടുത്തുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്.